നമസ്കാരം. ഈ പാകിസ്ഥാന്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ വളരെ രസകരമായിട്ടാണ് തോന്നുന്നത്. പലപ്പോഴും ഇവർ UN-ലടക്കം നമ്മുടെ ഇന്ത്യയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് തോന്നും. നമ്മൾ കഴിഞ്ഞ ചർച്ചകളൊക്കെ പറയുന്നത് പോലെ പാകിസ്ഥാനുള്ളിലുള്ള പല പ്രശ്നങ്ങളും, ഇപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങളാണെങ്കിലും പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും അതൊന്നും തന്നെ പരിഹരിക്കാൻ അവർക്ക് നേരവുമില്ല, അതിന് താല്പര്യവുമില്ല. പലപ്പോഴും ഇവിടേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണോ, അല്ലെങ്കിൽ ഇന്ത്യയെ വിമർശിക്കാനും അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്കില്ലാത്തത്ര വേവലാതിയോട് കൂടിയിട്ട് എടുത്തു പറയാനാണ് വരുന്നതെന്ന് പലപ്പോഴും തോന്നുന്നു. പക്ഷെ ഈ വരുമ്പോഴെല്ലാം തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വാടപ്പിക്കുന്നുള്ള മറുപടിയും കേട്ടിട്ട് പിന്നെ വാ മൂടി പോകുന്ന അവസ്ഥയാണ് ഇന്നും കിട്ടിയിട്ടുണ്ട്, കണക്കിന് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാവുന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് അവർ ഇറങ്ങി ചെല്ലുന്നത്. തുടക്കം തന്നെ ഒരു കാര്യം പറയാം. ഉറപ്പായും ഇന്ത്യയിൽ നിന്നും, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ജമ്മു കാശ്മീരിന്റെ ഭാഗം, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ, അത് തിരിച്ചു പിടിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന കാര്യത്തിലും എടുത്തു പറയേണ്ടതായിട്ട് യാതൊരുവിധ കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു അവസരത്തിലും അത് ആവർത്തിച്ചു പറയുകയാണ് ഇന്ത്യയും, അതോടൊപ്പം തന്നെ UN-ലെ സുരക്ഷാ സമിതിയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ടുള്ള ശ്രീ P. ഹരീഷ്. അദ്ദേഹമാണ് ഇപ്പോൾ കണക്കിനുള്ളൊരു മറുപടി നൽകിയിരിക്കുന്നത്. UN-ൽ നിരന്തരം ഇന്ത്യക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുൻപും പലതവണ പല ആവർത്തി ഇതുപോലെ അന്താരാഷ്ട്ര സംഗമങ്ങൾ വരുമ്പോഴോ, രാജ്യങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴോ, പല പ്രധാനപ്പെട്ട ആഗോള വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അവിടെയെല്ലാം കുത്തിത്തിരിപ്പുമായി എത്തുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ മറ്റൊന്നും തന്നെ പറയാനില്ല. ഈ ഒരു കൂട്ടക്കരച്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടിട്ടുണ്ട്, ഏറെ കാലമായി തുടങ്ങിയതാണ്. കറക്റ്റ് പറയണമെങ്കിൽ 1948 ശേഷം ഇങ്ങോട്ട് ഇന്ന് വരെ മുടങ്ങാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കരച്ചിലാണ്. എന്നാൽ അതിനുള്ള മറുപടി കൃത്യമായി ഇന്ത്യ കൊടുക്കാറുണ്ട്. അത് സൈനികപരമായിട്ടായിരുന്നാലും വാക്കാലായിരുന്നാലും. എന്നാൽ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഒരു സൂചന കിട്ടുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതാണ് ആർട്ടിക്കിൾ 370 അത് റദ്ദാക്കിയതിന് പിന്നാലെ ജമ്മു കാശ്മീരിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് ഇന്ത്യക്കാരായിട്ടുള്ള നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ നമ്മൾ അറിയുന്നതാണ്. ഇതിനെ പറയുന്നത് നമ്മളൊക്കെ തന്നെ അവിടെ പോയിട്ടുള്ളതാണ്. നമ്മളിൽ ചിലരെങ്കിലും അവിടെ പോയിട്ടുള്ളതാണ്. കാര്യം ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ മനോഹരമായ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഏറ്റവും നല്ലൊരു സ്ഥലമായി ജമ്മു കാശ്മീർ മാറുകയാണ്. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ തന്നെ നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ജമ്മു കാശ്മീരിന്റെ സാമ്പത്തിക ഘടനയിലൊക്കെ തന്നെ ഉണ്ടാകുന്ന മാറ്റം, അവിടുത്തെ ആളുകളുടെ ജീവിത നിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നന്നായി അറിയാവുന്നതാണ്. ഏറ്റവും അടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആർമി ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്, BSF വരുന്നുണ്ട്, CSF ഉണ്ട്, CRPF ഉണ്ട്. അങ്ങനെ എല്ലാവിധ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ IB-യിലെ ചില ഉദ്യോഗസ്ഥരെയും ചേർത്തുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിൽ കൃത്യമായ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. എല്ലാ മാസവും ജമ്മു കാശ്മീരിന്റെ കാര്യം വിലയിരുത്താനായി അദ്ദേഹം പ്രത്യേകം സമയം കണ്ടെത്താറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു മേഖലയെ സുരക്ഷിതമാക്കാനും സമാധാനപരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. അതിന്റെ തുടർച്ചയെന്നോണം എല്ലാ മാസവും കൃത്യമായ അവലോകനവും പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിക്കുന്നത് പോലെ കശ്മീരിലെ പല പ്രശ്നങ്ങളും, ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും പരിശോധിക്കുന്നുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ 75% ആക്രമണങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. ഭീകരപ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള, അതിനു മുൻപ് ചെറുതും വലുതുമായി നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് 2014 ശേഷം ഇങ്ങോട്ടേക്ക് നടത്തിയിട്ടുള്ള, അതായത് അവർക്ക് ഇനി ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലായപ്പോൾ, പ്രത്യേകിച്ച് പ്രകടന പത്രികയിലടക്കം BJP എടുത്തു പറഞ്ഞ വിഷയമാണ് ജമ്മു കാശ്മീർ. അതുപോലെ ആർട്ടിക്കിൾ 370. അപ്പോ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് അവർക്ക് എന്താണോ സംഭവിച്ചിരിക്കുന്നത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു ഈ ആക്രമണങ്ങൾ അവർ വർദ്ധിപ്പിച്ചത്. സൈനികർക്ക് നേരെ, സൈനിക വ്യൂഹത്തിന് നേരെ, സൈനിക വാഹനങ്ങൾക്ക് നേരെ, സൈനിക ക്യാമ്പുകൾക്ക് നേരെ, സാധാരണ ജനങ്ങൾക്ക് നേരെ, അങ്ങനെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ജമ്മു കാശ്മീരിലെ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അവരെ ക്രൂരമായി പീഡിപ്പിച്ച്, അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ ഭീകര സംഘടനയിലേക്ക് ചേർക്കുന്ന സംഭവം ഉണ്ടായി. സമ്മതിക്കാത്തവരെ കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടായി. പിന്നെയും സമ്മതിക്കാത്തവരുടെ കുടുംബത്തെ ഉൾപ്പെടെ മുൾമുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള പലവിധ വിഷയങ്ങൾ നടന്നു. നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്ന ഒരു സാധാരണ സംഭവമായിരുന്നു അവിടെ. എന്നാൽ ഇന്ന് നുഴഞ്ഞു കയറുക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഏറ്റവും അധികം ഭീകരർ ഒളിച്ചിരിക്കുന്ന നമുക്കറിയാം വനമേഖലയിലാണ്. അതുപോലെ കുപ്വാര, കുൽഗാം, ഈ മേഖലയിലൊക്കെ, രജൌരി ജില്ലയിലൊക്കെ തന്നെ ഈ ഭീകരർ നിരന്തരം ഈ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെയുള്ള വനമേഖല അവർക്ക് കൂടുതൽ അനുകൂലമായിരുന്നു. നമുക്കറിയാവുന്നതാണ്, പാറകളുണ്ട്, മരങ്ങളുണ്ട്, കുറ്റിക്കാടുകളുണ്ട്. ഇതൊക്കെ തന്നെ അവരുടെ പ്രധാന കേന്ദ്രങ്ങളാക്കി മാറ്റിയിരുന്നു. ഇതിനിടയിൽ തന്നെ അവർ ചെറിയ
ടണൽ പോലെ പറയാൻ സാധിക്കില്ല, ചെറിയൊരു വാരിക്കുഴി പോലെയൊക്കെ എടുത്തായിരുന്നു പട്ടാള ഉദ്യോഗസ്ഥർക്ക് നേരെയൊക്കെയുള്ള, സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ നിരന്തരം 24 മണിക്കൂറും അവിടെ പെട്രോളിംഗ് നടത്തി. ആലോചിക്കണം, വനമേഖലയിൽ പെട്രോളിംഗ് നടത്തി സൈനികരെ ഓടിക്കുകയോ ഓടിച്ചിട്ട് കൊലപ്പെടുത്തുകയോ ചെയ്തു. അവസാനം സൈനികരല്ല, ക്ഷമിക്കണം, ഭീകരരെ. അവസാനം സൈനികരുടെ ഈ സാന്നിധ്യം മനസ്സിലാക്കി ഭീകരർക്ക് ഉള്ളിലേക്ക് പോയി ഏറ്റവും അവസാനം ഇപ്പോൾ പാകിസ്ഥാൻ അതിർത്തിയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും 5 കിലോമീറ്റർ പുറത്ത് ഒരു ഭീകരാക്രമണ സാധ്യത ഉണ്ടായി. സൈനികർക്കൊന്നും തന്നെ അപകടം സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പരിസരവാസികൾക്ക് പരിക്ക് സംഭവിച്ചിരുന്നു. നേരത്തെ സംഭവിച്ചിരുന്ന ഒരു വാർത്ത എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഭീകരാക്രമണങ്ങൾ വരുമ്പോൾ തുല്യനഷ്ടമാണ് സംഭവിക്കുന്നത്. ഇവർ നേർക്കുനേറുള്ള ആക്രമണമല്ലല്ലോ, ഒളിഞ്ഞിരുന്നുള്ള ആക്രമണമല്ലേ. നമ്മുടെ സൈനികരുടെ ജീവന് നഷ്ടപ്പെടും. പക്ഷെ ഇപ്പോ ഭീകരർ എങ്ങനെ തിരിച്ചടിക്കും, ഭീകരർ എങ്ങനെ ആക്രമിക്കും, അവരെ എങ്ങനെ തിരിച്ചടിക്കണം എന്നുള്ള കൃത്യമായ ഒരു പ്ലാനുണ്ട്. അതനുസരിച്ചുകൊണ്ടാണ് ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ഒരു തന്ത്രവും പയറ്റാൻ കഴിയുന്നില്ല. അതൊക്കെ തന്നെ വിലപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അവലോകന യോഗത്തിലടക്കം കൃത്യമായ കാര്യം മനസ്സിലാക്കി എങ്ങനെയാണ് ഇതിന് പഴുതുകൾ ഉണ്ടാകുന്നത്, ആ പഴുതുകൾ എങ്ങനെ അടയ്ക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ആലോചനയിലേക്ക് എത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഒരു പ്ലാൻഡ് സ്ട്രാറ്റജിയാണ് കശ്മീരിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ഒരു മനോഹരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മേഖലയിൽ നമുക്ക് കാണാൻ കഴിയാത്തതാണ്. പോലീസ്, അതുപോലെ തന്നെ പട്ടാളം, ഒപ്പം CRPF, ഇവർ ഒരുമിച്ചുള്ള സംയുക്ത ഓപ്പറേഷനുകളാണ്. സ്പെഷ്യൽ ഫോഴ്സ്, ടാസ്ക് ഫോഴ്സ്, അതൊക്കെ വേറെ. അത് ആർമിയുടേതായിരുന്നാലും പോലീസിന്റെ ആയിരുന്നാലും പ്രത്യേകമായി വേറെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴോ തെരച്ചിലുണ്ടാകുമ്പോഴോ സംയുക്തമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇവർക്ക് വേണ്ടി നടത്തുന്നത്. അതുകൊണ്ട് ഭീകരർക്ക് ഒരിടത്തും ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഒരു ന്യൂനതയായി പറയാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയും കാലം അവർ 10-70 വർഷക്കാലം നടത്തിയിരുന്ന പ്ലാൻ ഒന്നും തന്നെ ഇപ്പോൾ വിലപ്പോകുന്നില്ല, കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട്. അതുകൊണ്ടാണ് പല പദ്ധതികളും മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. ഇനി ഇന്ത്യക്കകത്ത് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനായി അവർ നോക്കുന്നുണ്ട്. സഹികെട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ കരച്ചിൽ തുടങ്ങുന്നത്. നമുക്കറിയാം, ഒരാഴ്ചയ്ക്ക് മുന്നേ ഡൽഹിയിൽ വെച്ച് പല രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത റൈസിന ഡയലോഗ് സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. അന്നാണ് ശക്തമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പരുക്കൻ ഭാഷയിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. ശേഷം ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവം, ഇതിലൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ മണ്ണിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കണം, അതിനധികം സമയമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതില് മുഴങ്ങി നിൽക്കുന്ന ഒരു ധ്വനി കൂടിയുണ്ട്. അതായത് ഇന്ത്യ തിരിച്ചു പിടിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല, അതിന് മുന്നേ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. ഏതറ്റം വരെ പോകുമെന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. അതെ, ഏതറ്റം വരെയും പോകാൻ മടിക്കില്ല എന്നുള്ള സൂചന നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സംഭവിക്കുന്നത് എന്താന്നുള്ളത് പാകിസ്ഥാന് സ്വപ്നത്തിൽ പോലും കരുതാൻ സാധിക്കില്ല. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, നിലവിൽ എന്തൊക്കെയാണോ ഇന്ത്യ തന്ത്രം മെനഞ്ഞിട്ടുള്ളത് അതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതുവരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായി S ജയശങ്കറും അതുപോലെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലും ഒക്കെ ഉള്ളപ്പോൾ ഒരു തരത്തിലും, പ്രത്യേകിച്ച് ഒരു ആഭ്യന്തരമന്ത്രി ഇതുപോലെ നെഞ്ചുമിരിച്ച് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു തരത്തിലും ഇന്ത്യയെ കയറി ചൊറിയാനായി ഒരു ശക്തിക്ക് സാധിക്കില്ല എന്നുള്ളതിന്റെ സൂചനയാണ് നൽകുന്നത്. കാര്യം ഇതുവരെ ഇല്ലാത്തൊരു പ്രതിസന്ധിയാണ് അതിർത്തി മേഖലയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒന്ന് ബംഗ്ലാദേശ്, തൊട്ടപ്പുറത്ത് മ്യാൻമറുമായിട്ടുള്ള വിഷയങ്ങൾ നടക്കുന്നു. ഇപ്പുറത്ത് ചൈന, അരുണാചലുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അത് ഒരുവിധം പരിഹരിച്ചു പോലും. അരുണാചലുമായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല, അത് നീണ്ടു തന്നെ പൊക്കോണ്ടിരിക്കും. എന്നിരുന്നാലും ഒരുവിധം സമാധാനപരമായി പോകാനുള്ള രീതിയിൽ പാതയിലാണ് നമ്മൾ നിലവിലുള്ളത്. ഇപ്പുറത്ത് പറയുകയാണെങ്കിൽ പാകിസ്ഥാന്റെ തലവേദന, അതിനപ്പുറത്താണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ വിഷയം. ഇതിനൊക്കെ ഉപരിയായി അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പല യുദ്ധങ്ങളും പല സംഘർഷങ്ങളും, ഇതിനെയൊക്കെ വളരെ ഭംഗിയായി ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു രാജ്യവും ഇല്ല എന്ന് വേണം പറയാൻ. കാര്യം അതിർത്തി മേഖല മുഴുവൻ സംഘർഷഭരിതമായി നിൽക്കുമ്പോഴും ഈ 140 കോടി ജനങ്ങളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ സുരക്ഷിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യക്കല്ലാതെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരികൾക്കല്ലാതെ മറ്റാർക്കും തന്നെ സാധിക്കത്തില്ല. അതാണ് ഈ ജനാധിപത്യത്തിന് ഏറ്റവും മനോഹരമായ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് കൂടി. ഇനി മറ്റു പല വിഷയങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റി എന്ന് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാണ് ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370. അത് പിൻവലിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായ മാറ്റങ്ങൾ അത് എടുത്തു പറയേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ഇതുണ്ടായി, കുതിച്ചാട്ടം ഉണ്ടായി. നിരവധി ആളുകൾ ഭയമൊന്നും തന്നെ ഇല്ലാതെ, പണ്ട് ജമ്മു കാശ്മീർ എന്നൊക്കെ പറയുമ്പോൾ ചിത്രങ്ങളിലും മറ്റുമൊക്കെ കാണുന്നതായിരുന്നു. അതുപോലെ ജമ്മു എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണ്. ഈ പറഞ്ഞതുപോലെ ഭീകരാക്രമണങ്ങൾ നടക്കുന്ന സ്ഥലം, ഭീകരരുള്ള സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷെ ഇപ്പോഴതല്ല. ഇപ്പോൾ നല്ല താഴ്വരകൾ, നല്ല നദികൾ, അതുപോലെ മഞ്ഞ് വീഴ്ച കാണാനായി പോകാൻ പറ്റുന്ന ഒരു സ്ഥലം, ശ്രീനഗർ എയർപോർട്ട്, അതൊക്കെ തന്നെ വളരെ മനോഹരമായ സ്ഥലമാണ്, പ്രദേശമാണ്. അപ്പോൾ ഇതൊക്കെ ആർക്കും കാണാൻ സാധിക്കുന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നു. ആ താഴ്വാരങ്ങളിലൂടെയൊക്കെ തന്നെ നടന്നു പോകാൻ ഇപ്പോൾ ഒരു ഭയവും വേണ്ട, ഒരു ഭയാശങ്കയില്ലാതെ ആർക്കും പോകാൻ കഴിയുന്ന ഒരു മേഖലയായി അവിടെ മാറിയിരിക്കുകയാണ്. അത്രത്തോളം മാറ്റം അവിടെ സംഭവിച്ചിരിക്കുന്നു. ഇന്നിപ്പോ എനിക്കോ
കൃഷ്ണേന്ദുവിനും ഒക്കെ തന്നെ അവിടെ പോയി സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കാനും അവിടെ മറ്റ് ജോലിയിൽ ഏർപ്പെടാനും ഒക്കെ തന്നെ സാധിക്കും. പണ്ടത് കഴിയില്ലായിരുന്നു. ഇന്ന് ആർക്കും കഴിയുന്ന ഒരു അവസരത്തേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ഇലക്ഷന് സമാധാനപരമായി ഏറ്റവും അധികം പ്രശ്നം അവിടെ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. നമ്മളൊന്നും അറിയാത്ത പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. സുരക്ഷാ സേന അത്ര ജാഗ്രതയോടുകൂടി ഈ 2 മാസക്കാലം അവിടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് സമാധാനപരമായി അവിടെ ഒരു ഇലക്ഷൻ നടത്താൻ സാധിച്ചത്. അത് വളരെ മനോഹരമായി നടന്നു. ജനങ്ങൾ അവരുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. തദ്ദേശീയ തെരഞ്ഞെടുപ്പിലായിരുന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നാലും ഒക്കെ തന്നെ അവർക്ക് അവരുടെ താല്പര്യം എന്താണെന്നുള്ളത് തുറന്നു പറയാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ സാധ്യത ഉണ്ടായിരിക്കുന്നു. ഇനി ഈ പറഞ്ഞതുപോലെ തൊഴിൽ സാഹചര്യം ഉണ്ടായിരിക്കുന്നു, നിരവധി ആളുകളുടെ ടൂറിസ്റ്റുകളുടെ വരവ്. ഇതോടുകൂടി അവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു മാറ്റമാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ആ സാമ്പത്തിക വളർച്ച അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. സാമൂഹ്യ നീതി ഉറപ്പുവരുത്താനായി സുരക്ഷ കൊടുത്തതിലൂടെ സാധിച്ചു. അവർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള അവസരങ്ങൾ അതിലൂടെ നൽകിയിരുന്നു. റോസ്കർ മേള പോലുള്ള ഒരുപാട് മേളകളിലൂടെ നിരവധി ആളുകൾക്ക് ജോലി നൽകുന്നതും അവിടെ വെച്ചുള്ള ക്യാമ്പയിൻ നടത്തിയതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾ ഇക്കാലത്ത് ഈ കുറഞ്ഞ കാലത്തിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൺമുന്നിൽ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും തന്നെ പാകിസ്ഥാൻ ഒരിക്കലും ദഹിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അവിടുത്തെ മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ജമ്മു കാശ്മീരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളും ഇന്ത്യ ഇനി ഭാവിയിൽ നടത്താനായി ഉദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രതിരോധ മേഖലയുമായി ഒരു പങ്കാളിത്തം ഉണ്ടാക്കുന്ന രീതി. ഇപ്പോൾ പറയുകയാണെങ്കിൽ ആത്മനിർഭർ ഭാരത്, തദ്ദേശീയത കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇന്ത്യ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആശ്രയത്വം ഒഴിവാക്കി ഇന്ത്യ തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, ആ ഒരു മോട്ടോ, അത് വളരെ മികച്ച രീതിയിൽ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം 2014 മുൻപ് വരെ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ്. അതായത് ഇറക്കുമതിയിൽ ആശ്രയിക്കുന്ന ഒരു രാജ്യമായിരുന്നു. നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ ഏകദേശം ഒരു 88% ഇറക്കുമതിയെ ആശ്രയിച്ചു കൊണ്ടിരുന്ന ഒരു രാജ്യം ഇന്ന് 71% തദ്ദേശീയമായി തന്നെ നിർമ്മിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം അഭിമാനം തരുന്ന ഒരു വിഷയമാണ്. ഈ ഒരു 10 വർഷത്തിനുള്ളിലുണ്ടായ ഒരു ഭയങ്കരമായ ഒരു മാറ്റമാണ്. ഈ പറയുന്ന പോലെ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ, ഫോൺ പേയും ഗൂഗിൾ പേയും പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ്സ് ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. കോവിഡ് സമയത്ത് അതുപോലെ തന്നെ മറ്റുമൊക്കെ ഇതിന്റെ പ്രോത്സാഹനം ഭയങ്കരമായ രീതിയിൽ മുന്നോട്ട് പോയി. അതാകുമ്പോൾ കാശ് നേരിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ലല്ലോ. പെട്ടിക്കടകൾ തൊട്ട് കപ്പലണ്ടി വിൽക്കുന്നവർ വരെ ഡിജിറ്റൽ പേയ്മെന്റ് ഉപയോഗിച്ചു തുടങ്ങി. മാളുകൾ തുടങ്ങി ചെറിയ പെട്ടിക്കടകളിൽ വരെ ഇതുണ്ടായി. ഇപ്പൊ തന്നെ നമുക്കറിയാവുന്നതാണ്. അതിലൂടെ ഉണ്ടായി വന്ന ഒരു മാറ്റം, ഒരു വിപ്ലവകരമായ ഒരു ഡിജിറ്റൽ വിപ്ലവം, ഇതൊക്കെ തന്നെ എടുത്തു പറയേണ്ട വിഷയങ്ങളാണ്. ഇനി തദ്ദേശീയതയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഒടുവിലായി തപസ്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രിഗേറ്റ് ഷിപ്പ്, യുദ്ധക്കപ്പൽ നീരിലിറങ്ങിയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച്, നാവിക മേഖലയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു വിഷയം കൂടിയാണ്. തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ അതിർത്തി മേഖല എന്ന് പറയുന്നത് സമുദ്രവുമായി ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. നാവികസേന തന്നെയാണ് അതിന് കരുത്ത് പകരുന്നത്. അപ്പൊ അവർക്ക് കൂടുതൽ ആയുധങ്ങളും അതുപോലെ പടക്കപ്പലുകളും ഒക്കെ തന്നെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ഇത് നിർമ്മിക്കുന്നത് പൂർണ്ണമായും നമുക്ക് തദ്ദേശീയമായി നിർമ്മിക്കാൻ കഴിയില്ല എങ്കിൽ പോലും പല സംയുക്ത സംരംഭങ്ങളായിട്ട് പോകുന്നുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു 450ഓളം സംരംഭങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയധികം തൊഴിൽ സാധ്യത ഉണ്ടാവുകയാണ്. ഇതുപോലെ ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നമ്മുടെ രാജ്യത്താകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു കണക്ക് കിട്ടിയിരിക്കുന്നത്, നമുക്കിപ്പോ ഈ 2024 പ്രതിരോധ കയറ്റുമതി എന്ന് പറയുന്ന 21,083 കോടി രൂപയിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് 2029 50,000 കോടിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതൊരു വലിയൊരു കുതിച്ചുചാട്ടമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് ഇരട്ടിയോളം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. ഇപ്പോഴുള്ളതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ചെറിയൊരു സ്ട്രെച്ച് നമ്മൾ മുന്നോട്ടെടുത്താൽ ഈസി ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. 100ഓളം രാജ്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കൊടുക്കാനായി സാധിക്കുന്നുണ്ട്. നമ്മുടെ ബ്രഹ്മോസ് അടക്കമുള്ള ക്രൂയിസ് മിസൈലുകൾ വാങ്ങാനായി ക്യൂ നിൽക്കുകയാണ് ഫിലിപ്പീൻസും ഇന്തോനേഷ്യയും ഒക്കെ തന്നെ. അപ്പോൾ പല രാജ്യങ്ങളും ഇന്ത്യൻ പ്രതിരോധ സാമഗ്രികളുടെ കരുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവയൊക്കെ തന്നെ ഉപയോഗിക്കാനായി ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും നിരവധി ടെൻഡറുകൾ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇതൊക്കെ തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാൻ സഹിക്കുന്നത്? ഇന്നും ചൈനയുടെ ഭാഗത്ത് നിന്നും ഇറാന്റെ കയ്യിൽ നിന്നും ഒക്കെ തന്നെ ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം സ്വന്തമായ ആയുധം വികസിപ്പിക്കുന്ന ഒരു രാജ്യത്തെ നോക്കി പല്ലിളിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോ 5ാം തലമുറ യുദ്ധവിമാനം ചൈനയിൽ നിന്ന് വാങ്ങാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി യുദ്ധവിമാനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യാനുള്ള പദ്ധതിയിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ചൊടിപ്പിക്കുക എന്ന് പറയുന്നത് അതിൽ തെറ്റൊന്നും തന്നെയില്ല. ചൊടിച്ചില്ലെങ്കിലേ അത് ശരിയുള്ളൂ.